ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ആൻസറാണ് നോക്കുന്നത്. മലയാളം മീഡിയത്തിൻ്റെ ആൻസറൊക്കെ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ്. എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസറും അപ്ഡേറ്റ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി 1-ലെ എ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ലാർജസ്റ്റ് ആംഗിൾ ഫ്രം ദ ഫിഗർ. അത് ആംഗിൾ ഡി ആണ്. ഓക്കെ, അടുത്തത് ഇതേ ചിത്രം നിങ്ങളോട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, സെയിം മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലെസ് ദാൻ എ റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ അതിന് കുറവുള്ള ആംഗിൾ ഏതാ? ബി ആണ്. ഓക്കെ, ബി ആണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വെയ്റ്റ് ഓഫ് 5 ചിൽഡ്രൻ ഓഫ് സ്റ്റാൻഡേർഡ് 6 ആർ ഗിവൺ ബിലോ. അപ്പോൾ 6ാം ക്ലാസ്സിലെ 5 കുട്ടികളുടെ വെയ്റ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആവറേജ് വെയ്റ്റ് ഓഫ് എ ചൈൽഡ്. അപ്പം ഒരു കുട്ടിയുടെ ആവറേജ് വെയ്റ്റ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് കാണാൻ നമുക്കറിയാം ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണല്ലേ. അപ്പോൾ ഇവിടെ എത്ര ടോട്ടൽ? ഇതെല്ലാം കൂട്ടണം. ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് 180 ആൻസർ കിട്ടും, 180 ആൻസർ കിട്ടും. എന്നിട്ട് ഡിവൈഡഡ് ബൈ ഹരിക്കണം. എന്തുകൊണ്ടാണ്? ഇവിടെ എത്ര പേരുണ്ട്? 5 പേരുണ്ടല്ലേ. അപ്പം 180 ഡിവൈഡഡ് ബൈ 5 36 ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ വൺ ചൈൽഡ് ഈസ് ലെഫ്റ്റ് ഫ്രം ദ ഗ്രൂപ്പ് ഓഫ് 5 ചിൽഡ്രൻ, ദ ആവറേജ് വെയ്റ്റ് ഡിഡ് നോട്ട് ചേഞ്ച്. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ ചൈൽഡ് ഹു ഹാസ് ലെഫ്റ്റ്. അപ്പോൾ ഈ 5 പേരുള്ള ഗ്രൂപ്പിൽ നിന്നും ഒരാൾ പോയി, പക്ഷേ ആ ടൈമിൽ ആവറേജ് വെയ്റ്റിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോയ ആളുടെ വെയ്റ്റ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അതിൻ്റെ ആൻസർ 36 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ ആവറേജ് വെയ്റ്റ് വാസ് കാൽക്കുലേറ്റഡ് ആഫ്റ്റർ ആഡിങ് ദ വെയ്റ്റ് ഓഫ് ദ ടീച്ചർ വിത്ത് ദ വെയ്റ്റ് ഓഫ് 5 ചിൽഡ്രൻ, the average weight increased by 3 kilogram. What is the weight of the teacher? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇപ്പോൾ ഈ 5 പിള്ളേരുടെ കൂടെ ഒരു ടീച്ചറും കൂടെ വന്നു. അപ്പോൾ ഇവരുടെ ആവറേജ് വെയ്റ്റ് 3 കിലോഗ്രാം കൂടി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടീച്ചറുടെ വെയ്റ്റ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം ആദ്യം 5 പേരായിരുന്നു അല്ലേ, എണ്ണം 5 ആയിരുന്നു. ആ സമയത്ത് 36 ആയിരുന്നു അവരുടെ ആവറേജ്. ആ 36 × 5 ആണ് 180 നമുക്ക് നേരത്തെ കിട്ടിയത് അല്ലേ, അവരുടെ ആവറേജ്. രണ്ടാമത് എന്താണ് സംഭവിച്ചത്? 3 കിലോഗ്രാം കൂടി. ആദ്യത്തെ ആവറേജിനോട് 3 കിലോഗ്രാം കൂടി എന്ന് പറഞ്ഞാൽ 36 + 3 അല്ലേ. 3 കിലോ കൂടിയപ്പം നമുക്ക് 39 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എണ്ണത്തിന് എന്ത് സംഭവിച്ചു? 5 കുട്ടികളും പിന്നെ ടീച്ചർ വന്നപ്പോൾ 6 ആയത് അല്ലേ. അപ്പോൾ 39 × 6 234 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? 234. അപ്പം ഈ 234 180 മൈനസ് ചെയ്യുക. ആദ്യം നമുക്ക് കിട്ടിയ ആവറേജ് മൈനസ് ചെയ്യുക. അപ്പം 54 കിട്ടും. അതാണ് ടീച്ചറുടെ വെയ്റ്റ്. ഓക്കെ, ആക്ടിവിറ്റി 3 നോക്കാം. 3 kilograms ഓഫ് ഷുഗർ വാസ് ഫിൽഡ് ഇൻ ടു 5 packets ഓഫ് ദ സെയിം സൈസ്. ഹൗ മെനി kilograms ഓഫ് ഷുഗർ ആർ ദർ ഇൻ 1 packet? അപ്പോൾ അതെങ്ങനെ എഴുതുക? 3/5 ആണല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നീനു took 3 packets ഓഫ് ഷുഗർ ഫ്രം ഇറ്റ്. ഹൗ മെനി kilograms ഓഫ് ഷുഗർ ആർ ദർ ഇൻ ദ 3 packets? നമ്മൾ 3 പാക്കറ്റിലാണുള്ളത്. ഇപ്പം ആദ്യം തന്നെ നമ്മൾ 3/5 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നീനു എടുത്തത് 3 പാക്കറ്റാണ്. അപ്പോൾ 3 പ്രാവശ്യം 3/5 കൂട്ടി നോക്കുക. ഇപ്പോൾ മുകളിലുള്ള 3 തവണ കൂട്ടുമ്പോൾ നമുക്ക് 9 കിട്ടും. താഴെ സെയിം നമ്പർ ചേർത്ത് കൊടുക്കുക. ഇപ്പം 9/5 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. ദ ഷുഗർ ടേക്കൺ ബൈ നീനു വാസ് ഡിവൈഡഡ് ഇൻ ടു 2 equal parts. എ പോർഷൻ ഓഫ് ഇറ്റ് ഈസ് ഗിവൺ ടു അനു. ഹൗ മെനി kilograms ഓഫ് ഷുഗർ ഡിഡ് അനു ഗെറ്റ്? അപ്പോൾ അനുവിന് എത്ര കിലോഗ്രാം ഷുഗർ കിട്ടിയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നീനു എന്താ ചെയ്തത്? കിട്ടിയത് നീനു ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ടല്ലേ. ഈക്വലായിട്ട് 2 equal parts 2 ഭാഗമാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് 9/5 കിലോഗ്രാം കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പം 9/5 × 1/2 അത് നമുക്ക് 9/10 എന്ന് ആൻസർ കിട്ടും. സിയുടെ ആൻസർ 9/10 ആണ്. ഈ 9/5 എവിടെ നിന്നാണ് വന്നത് മനസ്സിലായല്ലോ. നീനു ആദ്യം എടുത്തത് ബി ക്വസ്റ്റിൻ്റെ ആൻസർ ശ്രദ്ധിക്കുക, 9/5 ആണ്. അതിന് 2 ഭാഗങ്ങളാണ് ആക്കിയത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് × 1/2 എന്ന് കൊടുത്തത്. അതിൻ്റെ ആൻസർ 9/8.
9/10. ഓക്കെ. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 1? ഓക്കെ, ഡി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? 1 സമമല്ലാത്തത് ഏതാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ നോക്കുക? ആദ്യത്തേത് 4 × 1/4 ആണ്. അതെങ്ങനെ കിട്ടുക? നമുക്ക് ആൻസർ എങ്ങനെ കിട്ടും? 4/4. 4/4 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ആണ്. ഇനി ബി നോക്കുക. ബീനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് 12/12 കിട്ടും. അതെന്ന് പറഞ്ഞാൽ എന്താ? 12/12 1 തന്നെയാണ് അല്ലേ? അപ്പോൾ ഇനി സി നോക്കുക. സീനെ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? 5/10 ആണ് കിട്ടുക. ഓക്കെ. ഡീനെ മാറ്റി എഴുതുമ്പോഴോ 5/2 × 2/5 കിട്ടും. അത് 10/10 കിട്ടും. അതും 1 ഈക്വലാണ് അല്ലേ? ഇതെങ്ങനെ കിട്ടിയതെന്ന് മനസ്സിലായല്ലോ. 5/2 എങ്ങനെ കിട്ടിയത് മനസ്സിലായോ? ഇവിടെ 2 1/2. ഇതിനെ 2 × 2 4. 4 + 1 5. അപ്പോൾ 5/2. ഓക്കെ. അപ്പോൾ നമ്മുടെ ഡി ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ആക്ടിവിറ്റി 4 നോക്കാം. ദ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ പാർട്ട്. ഈക്വൽ ഭാഗങ്ങളായിട്ട് ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ദ ഫ്രാക്ഷൻ ദാറ്റ് റെപ്രസെൻറ്റ് ദ ഷെയ്ഡഡ് പോർഷൻ ഓഫ് ദി സർക്കിൾ. അപ്പോൾ ഇവിടെ 2 ഭാഗമാണ് സർക്കിളിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ 2 ഭാഗം ഷെയ്ഡ് ചെയ്തു. ആകെ എത്ര ഭാഗങ്ങളുണ്ട്? 12 ഭാഗങ്ങളുണ്ട്. അപ്പം 12ൽ 2 എന്നെങ്ങനെ എഴുതും നമ്മൾ? ഇങ്ങനെ എഴുതും. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ. എ ക്വസ്റ്റിൻ്റെ ആൻസർ 2/12. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ മെഷർ ഓഫ് ദി ആംഗിൾ ഓഫ് ദി ഷെയ്ഡഡ് പോർഷൻ. ഇവിടെ ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ ആംഗിൾ എത്ര വരും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ഇത് എത്ര ഭാഗമാണെന്ന്? 2/12 ആണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2/12 × 360. ഈ 360 നമുക്ക് എവിടെ നിന്നാണ് വന്നത്? നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. 360 ഡിഗ്രിയാണ് ഒരു സർക്കിളിൻ്റെ ആംഗിൾ അല്ലേ? അപ്പം അതാണ് 2/12 × 360. നമുക്ക് എന്ത് ആൻസർ കിട്ടും? 720 / 12 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, 60 ഡിഗ്രിയാണ് അതിൻ്റെ ആൻസർ. അല്ലാതെ നമുക്ക് എങ്ങനെ നോക്കാം? നമുക്ക് ഓൾറെഡി അറിയാം ഇത് ടോട്ടൽ 360 ആണ് അല്ലേ? ഓക്കെ, ഒരു സർക്കിൾ ടോട്ടൽ 360 ആണ് അല്ലേ? അപ്പോൾ ഇതിന് 12 ഭാഗങ്ങളാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ 2 പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോക്കിൽ ഒരു സർക്കിളിൻ്റെ ഒരു ആംഗിൾ എത്ര വരും? 12 ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് 30 ഡിഗ്രി വരും. അടുത്തത് 30 ഡിഗ്രി. 30 30 60. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള മെത്തേഡ് വെച്ച് ചെയ്യാം. അതിൻ്റെ ആൻസർ വരുന്നത് 60 ഡിഗ്രിയാണ് കേട്ടോ. സി ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ സർക്കിൾ വിത്ത് എ റേഡിയസ് ഓഫ് 4 cm ആൻഡ് ഷെയ്ഡ് ഇറ്റ്സ് 3/10 പാർട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യും? 10 ഭാഗങ്ങളാക്കുക. ഒരു സർക്കിൾ വരയ്ക്കുക, 10 ഭാഗങ്ങളാക്കുക. അതിൻ്റെ 3 ഭാഗം ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ 3 ഭാഗം ഷെയ്ഡ് ചെയ്യണം. എല്ലാ ഭാഗവും ഒരു ഈക്വൽ പാർട്ടാക്കണം. ഇവിടെ ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ ഒരേപോലെ ഇരിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ 3 ഭാഗം ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷോസ് ദ ടൈം വെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ അവർ ഹാൻഡ് ആൻഡ് ദ മിനിറ്റ് ഹാൻഡ് ഓൺ എ ക്ലോക്ക് ഈസ് 120 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ആൻസർ സി ആണ്, 4 o'clock ആണ് കേട്ടോ. നമ്മളിത് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ഉറപ്പായിട്ടും വരുന്ന പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ ഈ സെയിം ക്വസ്റ്റ്യൻ ഒരു മാറ്റവും ഇല്ലാതെ ഈ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണ് നോക്കുക? ഇതിപ്പോൾ നമുക്കൊരു ക്ലോക്കായിട്ട് എടുക്കാം. ഒരു ക്ലോക്കിന് നമ്മൾ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ സർക്കിളിനെ ക്ലോക്കായിട്ട് മാറ്റിയതാണ് ഇവിടെ. ഓക്കെ, നമുക്കറിയാം ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ് അല്ലേ? 360 ആണ് ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ. ഇതിനിപ്പോൾ നമ്മൾ എത്ര ഭാഗമാക്കിയിട്ടുണ്ട്? ഒരു ക്ലോക്ക് ആകുമ്പോൾ 12 ഭാഗങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ 360 / 12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 30 ആൻസർ കിട്ടും. അപ്പോൾ ഈ 30 ഇവിടുത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അടുത്ത 30 ഡിഗ്രി,
അടുത്ത 30 ഡിഗ്രി, അടുത്ത 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട് 120 ഡിഗ്രി ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 30 30 60ആയി, 60 30 90ആയി, 90 30 എത്രയായി? 120ആയി അല്ലേ? അപ്പം 4 മണിയായപ്പോഴാണ് നമുക്ക് 120 എന്ന് കിട്ടിയത്. മനസ്സിലായല്ലോ? 4 മണിയായപ്പം 120 എന്ന് കിട്ടി. അപ്പം നമ്മളെ ടൈം ഏതാ? 120 കോൺ വരുന്നത് 4 മണി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 4 o'clock ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആസ് എ പാർട്ട് ഓഫ് റീഡിംഗ് മന്ത് സെലിബ്രേഷൻസ് 35 students of 6A donated books to the school library. A student gave an average of 9 books. What is the total number of books given by student of 6A? അപ്പം 6Aയിലെ കുട്ടികൾ എത്ര ബുക്ക് കൊടുത്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ബുക്ക്. അപ്പം നമുക്ക് അറിയാം അതെങ്ങനെ ചെയ്യാം. 35 × 9 നമുക്കറിയാം. ഇവിടെ 35 സ്റ്റുഡൻസ് ആണെന്നുള്ളത്. ആവറേജ് 9 ആണ്. അപ്പം ടോട്ടൽ 35 × ആവറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ നമുക്ക് കിട്ടും. അപ്പം 350 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 192 ബുക്സ് വെർ ഗിവൺ ബൈ 32 സ്റ്റുഡൻസ് ഓഫ് 6B. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ബുക്സ് ഗിവൺ ബൈ എ സ്റ്റുഡൻറ്റ്? അതെങ്ങനെ ചെയ്യാം? 192 ഡിവൈഡഡ് ബൈ 32 ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. 192 ഡിവൈഡഡ് ബൈ 32 ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 6 ആണ് എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാണ്. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് 11 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 9? ഇപ്പോൾ നമ്മൾ അവിടെ എഴുതി നോക്കിയിട്ടുണ്ട്. 9 10 11 12 13 14 15 16 17 18 19 വരെ വേണം അല്ലേ? 11 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സാണ്, തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാൻ നമുക്ക് മിഡിൽ ടേം എടുത്താൽ മതി. ഇവിടെ മിഡിൽ ഏതാ വരിക? നോക്കൂ, ഇവിടെ 1 2 3 4 5, ഇങ്ങോട്ട് 5 എണ്ണം. 1 2 3 4 5, ഈ സൈഡിലേക്ക് 5 എണ്ണം. അപ്പം മിഡിൽ ടേം നടുവിൽ നിൽക്കുന്നത് 14 ആണല്ലേ? അപ്പം 14 ആണ് അതിൻ്റെ ആൻസർ. അല്ലാതെ വേറെ എങ്ങനെയാണ് ചെയ്യാം? ഇവിടെ 9 മുതൽ 19 വരെ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് മുഴുവൻ ഒന്ന് കൂട്ടി നോക്കുക. ഇത്രയും സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 154 ആൻസർ കിട്ടും. അപ്പോൾ 154 ഡിവൈഡഡ് ബൈ ഇത് എത്ര നമ്പർ ഉണ്ട്? 11 നമ്പറാണല്ലേ? അപ്പോൾ 154 ഡിവൈഡഡ് ബൈ 11 അതിൻ്റെ ആൻസർ 14 ആണ്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 6 നോക്കാം. ഇൻ ദ ഫിഗർ എ ലാർജ് റെക്റ്റാങ്കിൾ ഈസ് ഡ്രോൺ ബൈ ജോയിനിങ് എ റെക്റ്റാങ്കിൾ ആൻഡ് എ സ്ക്വയർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ലാർജ് റെക്റ്റാങ്കിൾ? ഈ ലാർജ് റെക്റ്റാങ്കിളിൻ്റെ, വലിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്താണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെങ്ങനെ കാണും? ഇവിടെ 1/2 പ്ലസ് 3/4 കൂട്ടണം അല്ലേ? അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 3/4 ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു 1/2 പ്ലസ് 3/4. അതിനെ ഈ 1/2നെ നമ്മൾ മാറ്റി എഴുതുന്നു. അപ്പോൾ എങ്ങനെ കിട്ടും? 1 × 2 2, 2 + 1 3, അപ്പോൾ 3/2 എന്ന് എഴുതും. ഓക്കെ, എന്നിട്ട് മാറ്റി എഴുതിയതിന് ശേഷം ഇനി 3/2 പ്ലസ് 3/4 എന്ന് എഴുതാം. ഓക്കെ, നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിനെയാണ് നമ്മൾ മാറ്റിയിട്ട് നമുക്ക് ഈ ആൻസർ കിട്ടിയത്. അതേ കൂട്ടണം 3/4 അല്ലേ? ഈ 3/4 കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെയും മുകളിലും ഡിനോമിനേറ്ററും നോമിനേറ്ററും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ സെയിം ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ താഴെ 2 × 2 ചെയ്യാം. ഓക്കെ, ഇതാ ഇവിടെ 2 × 2 ചെയ്താൽ 4 കിട്ടും. അപ്പോൾ താഴെ സെയിം ആയിരിക്കും. ഈ 3/4ഉം ഇവിടെ നമുക്ക് 4ഉം ആക്കാം. പിന്നെ മുകളിലും 3/2 പ്ലസ് 3/4 ആണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെയും ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ട് × 2 ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്കിവിടെ 4 കിട്ടും. അപ്പോൾ ഈ സെയിം സംഖ്യ തന്നെ ഇവിടെയും × ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും? 6 കിട്ടും അല്ലേ? അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയത് 6/4. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 6/4 പ്ലസ് 3/4 ചെയ്യുക. അപ്പം നമുക്ക് 9/4 കിട്ടും. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ? എല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്കി എഴുതുക. ഓക്കെ,
വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ? ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എങ്ങനെ കാണാം? 3/4 × 4 ചെയ്താൽ മതി അല്ലേ? പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് × 4. ഇതാ ഇവിടെ ഉണ്ട് ആൻസർ. ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 3/4 ആണ്, അത് × 4 ആണ് അതിൻ്റെ പെരിമീറ്റർ. അപ്പം 12/4 കിട്ടും. ഓക്കെ, ഇനി അടുത്ത സി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ലാർജ് റെക്റ്റാങ്കിൾ? ഈ ലാർജ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചത്. ഏരിയ കാണാൻ നമ്മൾ ലെങ്ത് × ബ്രെഡ്ത്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് ലെങ്ത് എത്രയാണ് കിട്ടിയത്? 9/4 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ബ്രെഡ്ത്ത് ഏതാണ്? ഇതാണ് ബ്രെഡ്ത്ത് അല്ലേ, 3/4. അപ്പം അത് ചെയ്യും. 9/4 × 3/4 27/60 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, നോക്കി എഴുതാം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി ചെയ്യാം. ശ്രദ്ധിക്കുക. ആസ് എ പാർട്ട് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റി 6 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 6 ബോട്ട് മഞ്ചാടീസ് ആസ് ഫോളോസ്. അപ്പം 6 കുട്ടികൾ മഞ്ചാടി കൊണ്ടുവന്നതാണ് ക്ലാസ്സിലേക്ക് ഇങ്ങനെ. അപ്പം 6 പേരുണ്ടല്ലോ ഇവിടെ. അവരെത്ര മഞ്ചാടിയാണ് കൊണ്ടുവന്നത്? സേതു 40, മേരി 42, റസൽ 44, മനു 36, അനു 32 ആൻഡ് സൽമാൻ 46 അല്ലേ? വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് മഞ്ചാടീസ് ബോട്ട് ബൈ എ സ്റ്റുഡൻറ്റ്? അപ്പോൾ ഒരു കുട്ടി കൊണ്ടുവന്ന ആവറേജ് മഞ്ചാടി എത്രയാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ആവറേജ് കാണാൻ ടോട്ടൽ കാണുക ആദ്യം. 240 നമുക്ക് കിട്ടി. അപ്പം 240 എഴുതുക. എന്നിട്ട് നമ്പർ നോക്കുക. ഇവരെത്ര പേരുണ്ട്? ഇവർ 6 പേരുണ്ടല്ലേ. അപ്പോൾ 240 ഡിവൈഡഡ് ബൈ 6 നമുക്ക് 40 ആൻസർ കിട്ടും. ഓക്കെ, എ ക്വസ്റ്റിൻ്റെ ആൻസർ 40 ആണ്. ബി ക്വസ്റ്റ്യൻ നോക്കാം. 2 ന്യൂ സ്റ്റുഡൻസ് കെയിം ടു ദിസ് ഗ്രൂപ്പ്. 2 പുതിയ കുട്ടികൾ വന്നു അല്ലേ ഈ ഗ്രൂപ്പിലേക്ക്. ദേ ബോട്ട് 44 മഞ്ചാടീസ് ഈച്ച്. അപ്പോൾ അതിൽ ഓരോരുത്തരും 44 മഞ്ചാടി കൊണ്ടുവന്നു. നൗ വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് മഞ്ചാടീസ് ബോട്ട് ബൈ 1 സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ഗ്രൂപ്പ്? അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇവരുടെ ഈ 6 പേരുടെ കൂട്ടത്തിലേക്ക് 2 പേരും കൂടി വന്നു. ഈ 2 ആൾക്കാരും ഒരാൾ 44 വീതം മഞ്ചാടി കൊണ്ടുവന്നു. അങ്ങനെ പറയുമ്പോൾ എത്ര ടോട്ടൽ എത്ര കൊണ്ടുവന്നു? ഈ 2 പേരും കൂടി 88 കൊണ്ടുവന്നു അല്ലേ. 44, 44, 88. അപ്പോൾ ആദ്യത്തേത് എത്രയാണ് മഞ്ചാടി? 240 ആണ്. അപ്പം 240 കൂട്ടണം 88, 328, 328 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇഫ് യു കൺസിഡർ 8 സ്റ്റുഡൻസ്, ഹൗ മെനി മോർ മഞ്ചാടീസ് ആർ നീഡഡ് ടു മേക്ക് 50 ആസ് ദ ആവറേജ് ഓഫ് 1 സ്റ്റുഡൻറ്റ്? അപ്പോൾ ഇനി എന്താ പറഞ്ഞത്? സി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? നമ്മൾ ഇനി 8 സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും 50 വീതം ആക്കാൻ വേണ്ടിയിട്ട് എത്ര മഞ്ചാടി ഇനി വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ഒരു വഴി നമ്മൾ ഈ 50 × 8 നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇതാ 50. ഓക്കെ, 50 ആക്കണം അല്ലേ. അപ്പോൾ 50 × 8 സ്റ്റുഡൻസിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം 8 ചെയ്യുമ്പോൾ നമുക്ക് 400 കിട്ടും. അപ്പം നമ്മൾ 400 മൈനസ് നമുക്ക് 8 പേരും കൂടി എത്രയാണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്? 328. അപ്പം 400 മൈനസ് 328 അതിൻ്റെ ആൻസർ 72. ഓക്കെ, മറ്റൊരു സിമ്പിൾ മെത്തേഡ് നമ്മളിങ്ങനെ നോക്കുക. ഇവർക്കൊക്കെ ഇനി 50 ആക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പം സേതുവിന് 40ലേക്ക് എത്ര കൂട്ടണം? 10 കൂട്ടണം. അടുത്ത ആൾക്ക് 8 വേണം ഇവിടെ 50 ആവാൻ അല്ലേ. ഇയാൾക്കാണെങ്കിൽ 6 മതി. അടുത്ത ആൾക്ക് 14, പിന്നെ 18, 4, പിന്നെ 2 പേര് എക്സ്ട്രാ വന്നില്ലേ. അവർ 44 കൊണ്ടുവന്നത്. അപ്പോൾ അവർക്ക് 50 ആക്കാൻ 6. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ആൻസർ എന്ത് കിട്ടും? 72 എന്ന് കിട്ടും. അതാണ് 2 മെത്തേഡ്. ഓക്കെ, അപ്പോൾ സി ക്വസ്റ്റിൻ്റെ ആൻസർ 72. ഇനി ആക്ടിവിറ്റി 8 നോക്കാം. മേരി ഫിൽ ദ മിൽക്ക് ഇൻ ടു 5 ബോട്ടിൽസ് ടു ഡിസ്ട്രിബ്യൂട്ട് അറ്റ് ഹൗസസ്. അപ്പം വീടുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മേരി 5 കുപ്പികളിലായിട്ട് പാല് നിറച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്? അപ്പം ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണെന്നാണ് ചോദിച്ചത്. എത്ര ലിറ്റർ പാലുണ്ട് ഇത്? അപ്പം നമ്മൾ ഈ കുപ്പികളെല്ലാം കൂട്ടി നോക്കണം. ഓക്കെ, 1/2 ലിറ്റർ, ആദ്യത്തതിൽ 1/2 ലിറ്റർ, 1.5 ലിറ്റർ. അപ്പോൾ നമുക്ക് 2 ലിറ്റർ കിട്ടി. അടുത്തതോ ഇവിടെ 1.25 ലിറ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 1 എടുക്കാം. 2 + 1 അപ്പം 3.25 ആയിപ്പം. ഈ 3.25 ഈ 4 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 4 ആയി. ഈ 4 ഇവിടെ ഒരു 1 ഉണ്ടല്ലോ, അതും കൂട്ടുമ്പം 5 ആയി. അപ്പം 5, പിന്നെ ഇവിടെ ബാക്കിയുള്ളത് ഇതാ
3/4. 5 3/4 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, 5 3/4 ആണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദ ബോട്ടിൽ വിത്ത് മോർ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ആൻഡ് ലെസ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്? അപ്പം ഏറ്റവും കൂടുതലുള്ള പാലിൻ്റെ ബോട്ടിലും ഏറ്റവും കുറവ് പാലുള്ള ബോട്ടിലും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ എത്രയാണുള്ളത്? 1 3/4 ആണ് ഏറ്റവും കൂടുതൽ പാലല്ലേ. ഏറ്റവും കുറവ് 1/2 ലിറ്റർ. ഓക്കെ, അപ്പോൾ 1 3/4 മൈനസ് 1/2 അത് നമുക്ക് 1/4 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ബി ക്വസ്റ്റിൻ്റെ ആൻസർ 1/4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രവി നീഡ്സ് 2 3/4 liters ഓഫ് മിൽക്ക്. വിച്ച് സെറ്റ് ഓഫ് ബോട്ടിൽ ഗിവൺ ബിലോ വിൽ മേക്ക് ഇറ്റ് 2 3/4 ലിറ്റർ? അപ്പോൾ രവിക്ക് 2 3/4 ലിറ്റർ പാല് വേണം. അപ്പം ഏതൊക്കെ ബോട്ടിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും ലിറ്റർ പാല് കിട്ടുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ലിറ്ററാണ്? സി ആണ് അതിൻ്റെ ആൻസർ. 1 2 4. 1 2 4. ഓക്കെ, എത്ര ലിറ്റർ വേണം? 2 3/4. നിങ്ങൾ കൂട്ടി നോക്കുക. 1/2 പ്ലസ് 1/2 പ്ലസ് 3/4. 2 3/4 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഓപ്ഷൻ സി. ഇപ്പം നമ്മുടെ മാത്സിൻ്റെ ആൻസർ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.